അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് വളരെ കാലമായി പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ഇപ്പോൾ 90 കോടി രൂപയോളം ഈ വിതരണക്കാർക്ക് സർക്കാരിൽ നിന്നും കിട്ടാനുള്ളതാണ് ഇതിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ ഒരു 30 കോടി രൂപയെങ്കിലും അടിയന്തരമായി നൽകിയില്ലെങ്കിൽ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്നാണ് വിതരണക്കാർ ഇന്നലെ നടന്ന ചർച്ചയിലടക്കം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ MK രാഘവൻ MP-യുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ ഒരു ഉപവാസ സമരം നടക്കുകയാണ്. ഈ ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് 90 കോടി കൊടുക്കാറുണ്ട്. ഇൻഷുറൻസിൻ്റെ വകയിൽ ക്ലെയിം ചെയ്ത വകയിൽ 240 കോടി കിട്ടണം. ഒരു മാസം ഈ ആശുപത്രി നടത്തണമെങ്കിൽ 10 കോടി വേണം. ഇതിലെ ഈ വിഷയത്തിൽ ഇന്ന് വരെയും ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ ഇടപെട്ടില്ല, ഒരു പരിഹാരം കണ്ടില്ല. 2 ആഴ്ചക്കാലമായി പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചിരിക്കുന്നു. ഇതിലെ ചോദ്യം ഇതാണ്, ഈ പാവപ്പെട്ട രോഗികൾ എങ്ങോട്ട് പോകണം? അവർക്ക് വേറെ മാർഗമില്ല. ഇപ്പോൾ ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഒരു യോഗത്തിൽ ഈ ഡയാലിസിസ് ചികിത്സക്കടക്കമുള്ള അത്യാവശ്യ മരുന്നുകൾ 150-ൽ പരം അത്യാവശ്യ മരുന്നുകൾ കാരുണ്യ വഴി എത്തിക്കാൻ ഇന്നലെ തീരുമാനമായിട്ടുണ്ട്. എങ്കിലും അതൊരു ശാശ്വതമായ പരിഹാരമല്ല എന്നാണ് നേതാക്കളെല്ലാം ഇതിനോടകം പറയുന്നത്. ഇവിടെ 10 ദിവസമായി പ്രശ്നം തുടങ്ങിയിട്ട് ഇന്നലെയാണ് ചർച്ച നടത്തുന്നത്. HDCയുടെയും HDCയുടെയും ചെയർമാനായ കലക്ടർ ഇതൊരു ആശുപത്രി സന്ദർശിക്കാൻ ചെയ്തിട്ടില്ല. ജില്ലയുടെ ചാർജുള്ള മന്ത്രിക്ക് താല്പര്യം വാട്ടർ ഫെസ്റ്റിലും ബേപ്പൂർ ഫെസ്റ്റിലുമാണ്. ആരോഗ്യമന്ത്രി മൗനം പാലിക്കുന്നു. ഇവിടെ നീതി മെഡിക്കൽ സ്റ്റോറിലെ അലമാരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കല്ലുപ്പ് പോലും മുറിവിൽ വെച്ച് കെട്ടാനുള്ള കല്ലുപ്പ് പോലും ഇല്ലാത്ത ആശുപത്രിയായി മെഡിക്കൽ കോളേജ് മാറ്റിയിരിക്കുന്നു. ഇതിന് അടിയന്തര പരിഹാരം കാണണം. ഞങ്ങൾ ചോദിക്കുന്നു, HDCയുടെയും HDCയുടെയും കോഴിക്കോടിന് ഫണ്ടുണ്ട്, എവിടെ പോയി? ആരാണ് വകമാറ്റി ചെലവഴിച്ചത്? ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.